ഡിഫറെൻറ്റ് ഫുഡ്സ് ഫ്രം ഡിഫറെൻറ്റ് കൺട്രീസ്, അതാണ് വാവാച്ചിയുടെ ഫുഡ് എക്സ്പ്ലോറേഷൻ. എസ്പെഷ്യലി ഒരു ജപ്പാൻ ഫാൻ ആൻഡ് ഫോളോവറാണ് വാവാച്ചി. അങ്ങനെ ജാപ്പനീസ് ഫുഡ് ഹണ്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് നടത്തിയ ഗവേഷണത്തിൽ വാവാച്ചി തന്നെ കണ്ടുപിടിച്ച ഐറ്റം ട്രൈ ചെയ്യാനാണ് ദുബായിലെ കിസൈസിലുള്ള മദീന മോളിലെ ഫുഡ് കോർട്ടിൽ നമ്മൾ എത്തിയിരിക്കുന്നത്. അങ്ങനെ അവിടെ വന്ന് നമ്മൾ ഒരു ഷോപ്പൊക്കെ കണ്ടുപിടിച്ചു. ഡാർജിലിങ്സ് മോമോയിൽ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ യാങ്സിമ എന്ന് പറഞ്ഞൊരു ഷോപ്പ് ഓണറുണ്ട്. പുള്ളിക്കാരനായിട്ട് വാവാച്ചി വിത്തിൻ സെക്കൻഡ്സ് കമ്പനിയായി. അപ്പോൾ അദ്ദേഹം വാവാച്ചിയോട് ഭയങ്കര സന്തോഷം. വാവാച്ചി ഇങ്ങനെ ഫുഡിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി അവരുടെ ഏറ്റവും നല്ല റെസിപ്പീസിനെ കുറിച്ചൊക്കെ ഇങ്ങനെ വാചാലമായിട്ട് സംസാരിക്കുകയാണ്. അങ്ങനെ അവസാനം അവൾ സെലക്ട് ചെയ്ത 2 ഐറ്റമാണ് ചിക്കൻ പൊട്ടാല വോണ്ടൻ സ്റ്റീംഡ് വിത്ത് സോയ് സൂപ്പ് ആൻഡ് മോമോ ബീഫ്. അദ്ദേഹം നമ്മളോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് വേറെ എങ്ങും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തത്ര നല്ലൊരു ബീഫിൻ്റെ എക്സ്ട്രീം ലെവൽ ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടുമെന്നാണ്. മാത്രമല്ല അവർ അതിൽ ആഡ് ചെയ്യുന്ന ചീസ് എന്ന് പറയുന്നത് ഏതോ ഒരു രാജ്യത്തിൻ്റെ പേര് പറഞ്ഞ് ഞാനത് ഓർക്കുന്നില്ല, അവിടുന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ബെസ്റ്റ് ക്വാളിറ്റി ചീസും ആണെന്നാണ് കേട്ടോ. പക്ഷേ ഒരു രക്ഷയില്ല കൂട്ടുകാരെ. ആ ഒരു മോമോസ് എടുത്ത് തിന്നു കഴിഞ്ഞാൽ അതിനകത്ത് വെച്ചിരിക്കുന്ന ബീഫ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ വായി വയ്ക്കുമ്പോൾ നാക്കിങ്ങനെ അങ്ങ് കുഴിഞ്ഞു പോകുന്ന ടേസ്റ്റാണ്. നമ്മൾ കണ്ണടച്ചിരുന്ന് അതിങ്ങനെ ഫീൽ ചെയ്യാൻ തോന്നും കേട്ടോ. അദ്ദേഹം പറഞ്ഞത് സത്യമാണ്. പിന്നെ ഈ ഒരു സൂപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ സൂപ്പിൻ്റെ ടേസ്റ്റാണ്. എന്ത് മാജിക്കാണ് അവരതിൽ ആഡ് ചെയ്തിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. വല്ലാത്തൊരു ടേസ്റ്റാണ്. ഇതുപോലൊരു സൂപ്പ് ഞാൻ വേറെ എങ്ങും ട്രൈ ചെയ്തിട്ടില്ല. പിന്നെ ആ സൂപ്പിൽ കിടക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഡംപ്ലിങ്സ്, അത് വേറെ ലെവലാണ്. ഭയങ്കര ചൂടാണ്. ചൂട് മാറിയിട്ടേ അതെടുത്ത് വായി വെക്കാവൂ കേട്ടോ, ഇല്ലേ പണി കിട്ടും. പിന്നെ അദ്ദേഹം വാവാച്ചിക്ക് വേറെ 2 സ്പെഷ്യൽ റെസിപ്പീസും കൂടെ പരിചയപ്പെടുത്തി കൊടുത്തായിരുന്നു. പിന്നീട് എപ്പോഴെങ്കിലും വരുമ്പം പാരൻസുമായിട്ട് വന്ന് അത് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വാവാച്ചി അത് എന്നിട്ട് പറയുകയാണ്, അയ്യോ അത് നമുക്ക് എന്തായാലും എത്രയും പെട്ടെന്ന് വരണം പപ്പച്ചി, ഇല്ലെങ്കിൽ മോശമാണ്, അങ്കിൾ എന്തോ വിചാരിക്കുന്നു. അവൾ കൂടെ കൂടെ അത് പറയുന്നുണ്ട്. എന്തായാലും എപ്പോഴെങ്കിലും അവളത് തട്ടും, അത് വേറെ സത്യം. അങ്ങനെ വാവാച്ചി അത് നല്ലതുപോലെ എൻജോയ് ചെയ്യട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് ഒരു KFC മീൽ, റൈസ് മീൽ ഓർഡർ ചെയ്തു എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി. പക്ഷേ എൻ്റെ ലഞ്ച് അന്നത്തോടെ കുളമായി. വേവാതെ വായിലൊട്ടുന്ന പച്ചരിച്ചോറ്, എന്തോ ഒരു ചോറ്, അതിൽ മസാലയാണെങ്കിൽ ഒരു ടേസ്റ്റും ഇല്ല, മുൻപെങ്ങും കിട്ടുന്ന ടേസ്റ്റല്ല. പിന്നെ വലിയ 2 ചിക്കൻ പീസ്. പിന്നെ ആകെ ഒരു സമാധാനം ഉണ്ടായിരുന്നു, ഞാൻ 2 കോൾസ്ല ഓർഡർ ചെയ്തായിരുന്നു. എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണത്. അങ്ങനെ കോൾസ്ലയും ആ വേവാത്ത ചോറും വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഒരു ചായ കുടിച്ച് സംതൃപ്തി അടഞ്ഞു.